ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സും മെൻറ്ററിങ്. നമ്മളൊക്കെ ബാക്കിയുള്ള ആളുകളുടെ ഒപ്പീനിയൻസിനനുസരിച്ച് ജീവിച്ചിട്ട് പലപ്പോഴും ഒരു ടയേർഡായിട്ട് ഫീൽ ചെയ്യാറില്ലേ? എന്തിനാണ് ഞാൻ ബാക്കിയുള്ള ആളുകളുടെ ഒപ്പീനിയൻസിനനുസരിച്ച് ജീവിക്കുന്നതെന്ന് പല സമയത്തായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ശരിയാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനനുസരിച്ച് ജീവിക്കുന്നത്? അവരുടെ ഒപ്പീനിയൻ ആണോ നമ്മുടെ ഒപ്പീനിയൻ? ഇതുകൊണ്ട് നമുക്കെന്താ ലാഭം? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈഫിൽ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴായിട്ട് നമ്മുടെ മനസ്സിൽ ഉദിച്ചു വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലേ ഇത്? അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോണത് ശരിക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ബാക്കിയുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കാൻ ഒരു 12 ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ടിപ്പ് പറഞ്ഞു തരുന്നതിന് മുന്നേ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ആലോചിച്ചിട്ട് അവരെന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ച് ടെൻഷനും വറിയും ഒക്കെ വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് നോക്കാം. പൊതുവെ ഇതൊരു ഭയത്താലാണ് വരുന്നത്. കുറേ ഭയങ്ങൾ കൊണ്ടാണ്. നിങ്ങളോട് ചോദിച്ചു നോക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ ഒപ്പീനിയൻസിന് ഇത്ര വാല്യൂ നൽകുന്നത്? അഥവാ അവരെ നമുക്ക് നഷ്ടപ്പെട്ടാലോ അല്ലേ? അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതിരുന്നാലോ? നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സ്റ്റാറ്റസിനെ തന്നെ ബാധിച്ചാലോ? നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെട്ടാലും, നമ്മുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാലും, ഈവൻ നമ്മുടെ കൂടെയുള്ള ആളുകളെ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാതിരുന്നാൽ അവരെ പോലും നമുക്ക് നഷ്ടപ്പെട്ടാലോ? ഇങ്ങനെ കുറേ നഷ്ടപ്പെടലുകളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയം, അതുപോലെ റിജക്ഷൻസിനെ ആലോചിച്ചിട്ടുള്ള ഭയം, അഥവാ നമ്മൾ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള ഭയം, അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. അങ്ങനെ കുറേയേറെ ഭയങ്ങളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, അല്ലെ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അവരെന്തെങ്കിലും ചിന്തിക്കുമോ, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് തന്നെ പേടിയായിട്ട്, ഒരു ഭയമായിട്ട് നമ്മളെ ഉള്ളിൽ നിലനിൽക്കാൻ കാരണം ഇങ്ങനെയുള്ള കുറേയേറെ ഭയങ്ങളാണ്. സോ ഞാൻ ഇത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ, ഇങ്ങനെ ചിന്തിക്കുന്നത് ഒഴിവാക്കാൻ ഒരു 12 ടിപ്പ് പറഞ്ഞു തരാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ മൊത്തം കാണുക. 12 ടിപ്പ് ഉണ്ടെന്ന് വെച്ചുകൊണ്ട് വീഡിയോ ഒഴിവാക്കാതെ ഈ 12 കാര്യങ്ങളും അത്രയ്ക്ക് നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടാൻ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കേൾക്കുക എന്നുള്ളതാണ്. സോ ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഭയം തന്നെയാണ്. അത് ഏതൊരു കാര്യത്തിലായിക്കോട്ടെ. നമുക്ക് ധൈര്യമില്ലാത്തടത്തോളം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വളരെയേറെ ഭയമാണ്. അത് പല രീതിയിലായിക്കോട്ടെ. അത് വരാൻ പോകുന്നത്, ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിക്കാണ് അതിൻ്റെ റിസൾട്ട് വരിക, അത് നല്ല റിസൾട്ട് അല്ലെങ്കിലോ എന്നുള്ള ഭയം, അല്ലെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ള ഭയം. അങ്ങനെ കുറേയേറെ ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങൾ തന്നെയാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഭയത്തെയാണ് എന്നാണ് പറയുക. ഈ ഭയമാണ് നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ ഒഴിവാക്കുക. എന്തിനു ഭയക്കണം? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തു, അത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, അതെൻ്റെ പ്രശ്നമല്ല എന്ന് ഉൾക്കൊള്ളുക. അത് അവരുടെ പ്രശ്നമായിരിക്കും എന്ന് ഉൾക്കൊള്ളുക. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭയം നമുക്കില്ലാതാകും. അത് ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരാൻ ഈ ഭയം ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകാവസാനമാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ എല്ലാം അവസാനിക്കും എന്നുള്ള തരത്തിലുള്ള ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നമ്മൾ വളരെയധികം വറീഡാണല്ലേ. അതിപ്പം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദസ്സിന്ന് ഒരാളോട് ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പോലും അത് ധൈര്യത്തോടെ പറയാത്തത് എന്തുകൊണ്ടാണ്? ചുറ്റുമുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എന്ത് കരുതും, അവർക്ക് വളരെയധികം അലസത അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് ഇഷ്ടമില്ലായ്മ തോന്നിക്കഴിഞ്ഞാലോ എന്നൊക്കെ വളരെയധികം ചിന്തകൾ വരുന്നുണ്ടാവും. ഇത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും അല്ലേ? അതൊരിക്കലും ചിന്തിക്കാതിരിക്കുക. അത് എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ പറ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരിക്കലും
ഒരു സംഭവം നമ്മൾ അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ച് അത് അവിടെ നിൽക്കാൻ പോകുന്നില്ല. അതിനുശേഷവും കുറേ കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ ഇനിയും ജീവിച്ചു പോകേണ്ടവരാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചിന്തിക്കുക, വെറുതെ അത് അവിടെ നിന്ന് പോകും അല്ലെ, നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത് കൊണ്ട് അവിടെ എല്ലാം സ്റ്റോപ്പായി പോകുമോ എന്ന് ചിന്തിക്കാതെ, ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ ആദ്യം തന്നെ മനസ്സിലൊരു വെറുതെ ഒരു സ്റ്റോറി ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളെ അറിയാമല്ലോ. അപ്പം ആളുകൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഒരു ചെറിയൊരു കഥ സ്വയം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമായില്ലെങ്കിൽ അവരിങ്ങനെ പ്രതികരിക്കും, വളരെ മോശമായിട്ട് ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിൽ എനിക്കൊരു വിഷമമൊക്കെ തോന്നും, ഞാൻ എവിടെയെങ്കിലും പോയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പം ഞാൻ തന്നെ എന്നെ ഓക്കെ ആക്കും. ഇതുപോലെ എന്തെങ്കിലും ഒരു കഥ സ്വയം നിങ്ങളെങ്ങനെയാണോ അങ്ങനെയുള്ള രീതിയിൽ ഒരു കഥ ഉണ്ടാക്കി വെക്കുക. ഇത് നിങ്ങളെ വളരെയധികം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. റിജക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് എന്താണ്, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരാൾ അല്ലെ, എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് എങ്കിൽ ഞാൻ പോയി അവരോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു, അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും എന്ന് കരുതി അവിടെ എൻ്റെ മൂല്യം ഇല്ലാതാവുന്നുണ്ടോ? ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കി തരാം. ഒരാൾ നടന്നു പോവുകയാണ്. അപ്പം നിലത്ത് വലിയൊരു നിധി കണ്ടു, അതിൽ നിറയെ ഡയമണ്ടുകളും കുറേ സ്വർണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അയാൾ അലസത മൂലം അല്ലെങ്കിൽ അയാളുടെ ഒരു ചിന്ത പ്രകാരം അയാൾ അതവിടെ നിക്ഷേപിച്ച് അല്ലെങ്കിൽ അത് എടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ സ്വർണത്തിൻ്റെയോ നിധിയുടെ മൂല്യം അവിടെ കുറയുന്നുണ്ടോ? ഇല്ല അല്ലേ. അത് അവിടെ ഉപേക്ഷിച്ച് പോയ ആളുടെ മൂല്യമല്ലേ അവിടെ കുറയുന്നുള്ളൂ. അതെ, അയാളുടെ ചിന്താഗതി ഏതൊരു രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതത്ര തന്നെ എല്ലാ കാര്യത്തിലും വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ഒരാൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നിങ്ങളുടെ മൂല്യമല്ല അവിടെ പോകുന്നത്, അവർ റിജക്റ്റ് ചെയ്യുന്നതോടെ അവരുടെ മൂല്യമാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മളെ കുറച്ചുകൂടി ഈ റിജക്ഷൻ എന്നുള്ള ഭയം, അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ഭയമൊക്കെ വല്ലാതെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. ഇതാണ് സത്യം, നമ്മുടെ മൂല്യം കുറയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത തന്നെ നമ്മൾ വിശ്വസിക്കുക, അതാണ് ശരിയെന്ന് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം, പ്രസന്റിൽ ജീവിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാനൊരു വാക്കുകൊണ്ട് തുടങ്ങും, ഒരു വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തുടങ്ങാം. ക്രിഞ്ച് എന്നുള്ള വേർഡ് എല്ലാവരും കേട്ടിട്ടില്ലേ? ശരിക്കും വേർഡ് എങ്ങനെയാ വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ക്രിഞ്ച് എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ അയാൾക്ക് എന്തൊക്കെ അയാളുടെ ഉള്ളിൽ ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുന്നത്, അയാൾക്ക് ഹാപ്പിനെസ് നൽകുന്നത് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ മറ്റുള്ള ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ അയാളെ വിളിക്കുന്നതാണ് അയാൾ ക്രിഞ്ച് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ. അതിലൂടെ മനസ്സിലാക്കേണ്ടത് ആ പ്രസൻറ്റിൽ അത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതിൽ അസൂയുള്ള ആളുകളാണ് ചുറ്റുമുള്ളത്, അവരാണ് അയാൾ ക്രിഞ്ച് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ക്രിഞ്ചായിട്ട് ജീവിക്കാൻ ഞാൻ പറയുള്ളൂ. പ്രസൻറ്റിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ഉള്ള മൊമെൻറ്റ്സിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യുക. പ്രസൻറ്റിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. ഒരിക്കൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് അല്ലെ ഫ്യൂച്ചറിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നിങ്ങളുടെ ഫീലിങ്സിനെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ കൺട്രോളിൽ വെക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ളത്, നിങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരാൾക്ക് ശരിയായിരിക്കാൻ സാധിക്കില്ല, തെറ്റുകൾ വരുത്തും. ജീവിതമാണ്, തെറ്റുകൾ ഉണ്ടാവും, ശരികൾ ഉണ്ടാവും, പാഠങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ തെറ്റുകളും നിങ്ങളുടെ ലൈഫിൽ ഓരോ പാഠങ്ങളാണ്. നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് എപ്പോഴും ശരിയായിരിക്കാതെ ഇടയ്ക്കൊക്കെ തെറ്റ് വന്നാലും അത് അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടേതാണ്, അതൊരിക്കലും മറ്റൊരാൾ ഉപദ്രവിക്കുന്നില്ലല്ലോ.
മറ്റൊരാളെ ഉപദ്രവിക്കാത്തടത്തോളം നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ ശരികളും നിങ്ങളുടെ പാഠങ്ങളും എല്ലാം നിങ്ങളുടേതാണ്. അത് നിങ്ങൾ എൻജോയ് ചെയ്യുക, അത് അംഗീകരിക്കാൻ പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് മുന്നേ ചെയ്ത തെറ്റുകളിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ പിന്നീട് നമുക്കത് അത്രത്തോളം ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വാലിറ്റി അത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ പലരും അത് മുറുകെ പിടിക്കുന്നില്ല. എല്ലാവരും അത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ എത്തുന്ന സമയത്ത് ഒഴിവായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആളുകൾ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ. ഒരു പ്രതിമ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിമ എന്നും അയാളുടെ ഒപ്പീനിയൻസിനനുസരിച്ചാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിമയ്ക്ക് അവിടെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? എന്തെങ്കിലും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ അങ്ങനെയാണ് നമ്മൾ? അല്ലല്ലോ. ഒരിക്കലും പ്രതിമയാവാതിരിക്കുക. പ്രതിമയെ പോലെ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന ആൾ ഒരു ശില്പിയുടെ ഒപ്പീനിയൻസിന് അനുസരിച്ച് മാത്രം മോൾഡ് ചെയ്ത് വരുന്ന ഒരു പ്രതിമയെ പോലെ ആവാതെ ഒരു മനുഷ്യനാവുക. മനുഷ്യന്മാർക്കുള്ള വലിയൊരു കഴിവാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇൻഡിവിജ്വാലിറ്റി മുന്നോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. മറ്റുള്ളവരുടെ അഭിപ്രായം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെ ബാധിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. എല്ലാവരും നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു സ്ഥലത്ത് വീണു, ഒന്ന് കാല് വഴുതി വീണതാണ്. പക്ഷെ നമ്മൾ ആദ്യം എഴുന്നേൽക്കാനാണോ നോക്കുക, അതോ ചുറ്റുമാണോ നോക്കുക? ചുറ്റുമല്ലേ നോക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ബാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആളുകൾ എന്ത് ചിന്തിക്കും, ഞാൻ വീണു, അവരെന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ചുറ്റുമുള്ള ആളുകൾ പല രീതിയിൽ ഇത് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ചിന്തകളാണല്ലേ. എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആളുകളെല്ലാവരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവർക്ക് അതിനുള്ള സമയമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എല്ലാവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഒരാളെ കാണുന്ന സമയത്ത് ആ ഒരാളെക്കുറിച്ച് ചിലപ്പോൾ കുറച്ച് നേരം നമ്മൾ ചിന്തിച്ചേക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ നമ്മൾ അത്രയും ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെന്താ ചിന്തിക്കുക? അവരെല്ലാവരും എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അവർ എന്നുള്ള രീതിക്കല്ലേ? അതല്ല എന്ന് മനസ്സിലാക്കുക. അവർക്ക് അവരുടേതായ തിരക്കുകളും അവരുടേതായ ചിന്തകളും ഉണ്ട്. ഒരിക്കലും അവർക്ക് എപ്പോഴും നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ട് നിൽക്കാൻ സമയമില്ല എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. 8ാമത്തെ ടിപ്പ്, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്ക് ഹാംഫുൾ ആവുകയേ ഉള്ളൂ, അല്ലെ മറ്റുള്ളവരുടെ ഉറപ്പുകൾ നമ്മുടെ ലൈഫിന് ഉപകാരപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് പോകണോ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എങ്കിലൊരിക്കലും മറ്റൊരാളുടെ അഭിപ്രായമല്ല വേണ്ടത്, നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ശരികളല്ല നമ്മുടെ ശരികൾ, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് അല്ല നമ്മുടെ ഒപ്പീനിയൻസ്, അല്ലേ? മറ്റുള്ളവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, അല്ലെ പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് വരിക. എല്ലാവരുടെ ഒപ്പീനിയൻസും അനുസരിച്ച് നിങ്ങളെ തന്നെ മോൾഡ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പുകൾക്ക് വേണ്ടി എല്ലാവരുടെ ഉറപ്പിന് വേണ്ടി കാത്തു നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എപ്പോഴും ടെൻഷനായിരിക്കും. അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് എല്ലാവരോടും അഭിപ്രായം വാങ്ങിയിട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലേ? ഏറ്റവും എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒന്ന് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തൊക്കെ വന്നു, നമുക്ക് പക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി. കണ്ണാടിയിൽ മുമ്പിൽ നിന്ന സമയത്ത് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറയാം, എൻ്റെ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു കയറി. ചിലപ്പോൾ അയാൾക്ക് അസൂയ കൊണ്ട് പോലും ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമുക്കത് വളരെയധികം ഉള്ളിലേക്ക് എടുക്കും. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഇതിന് മറ്റൊരാളുടെ ഉറപ്പ്, അവരേത് രീതിക്കാണ് പറയുന്നതെന്ന് പോലും നമുക്കറിയില്ല, അല്ലേ? അപ്പം മറ്റുള്ള ഒരാളുടെ അഭിപ്രായങ്ങളും ഉറപ്പുകളും നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ ഉറപ്പും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന്
മനസ്സിലാക്കുക എന്നുള്ളതാണ്. 9ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാതിരിക്കുന്നതിൽ കംഫർട്ടബിൾ ആവുക, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് മനസ്സിലാക്കുക. ഓരോ ആളുകളും നമ്മളെക്കുറിച്ച് പല തരത്തിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് എന്താണ് എന്നെക്കുറിച്ച് അഭിപ്രായം, ഞാൻ പെർഫെക്റ്റ് ആണോ, അല്ലെ എന്നിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ നീ പറയണേ എന്നുള്ള രീതിക്ക് പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അതില്ല എന്ന് മനസ്സിലാക്കുക. മറ്റുള്ള ആളുകളുടെ ഉറപ്പുകളോ അല്ലെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിനൊരു തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അവർ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ എന്നുള്ള രീതി ചിന്തിക്കുക. അല്ലാതെ അവർ ചിന്തിക്കുന്നത് അല്ലെ നമ്മളെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ് എന്ന് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധം ഒരിക്കലും പിടിക്കരുത്. അതൊരിക്കലും നമുക്ക് നല്ലതല്ല. ഇപ്പം എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് കരുതണം എന്ന് കരുതിയിട്ട് ഓരോ ആൾക്കാർ പറയുന്നിടത്ത് നമ്മൾ പോയി ഒപ്പീനിയൻ ചോദിക്കുക, നീ എന്താണ് എന്നെക്കുറിച്ച് കരുതുന്നത്, ഞാൻ ഓക്കെ ആണോ, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കാം. അതേസമയം ആ ഒരാൾ നീ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് മറ്റൊരാളടുത്ത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാം. അപ്പം നമ്മൾ എന്തായാലും പ്രശ്നമുള്ള ആൾ പറഞ്ഞതേ ഉള്ളിലേക്ക് എടുക്കാൻ പോകുന്നുള്ളൂ. ശരിക്കും അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ആളുകളുടെ ഒപ്പീനിയൻസ് പല തരത്തിലായിരിക്കും. നമ്മളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള ഒപ്പീനിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ച് വെറുതെ നമ്മുടെ ലൈഫ് സ്പോയിലാക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നാണ്. അതോടൊപ്പം ഇതറിയാതിരിക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ? ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കുന്നതാണോ ഈ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ? ഒരിക്കലുമല്ല. അതാദ്യം അംഗീകരിക്കുക. ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഡിഫറെൻ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നിന്നാൽ അതൊരിക്കലും നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അത് തന്നെയാണ്. അതുകൊണ്ട് അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് കാര്യമായ കാര്യം എന്താണ് എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ വേണം അല്ലേ. ഞാനൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെ നിങ്ങൾക്ക് കാര്യമായ കാര്യങ്ങളാണ്. എപ്പോഴും നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക. എപ്പോഴും സ്വയം സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഒപ്പീനിയനെ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതാണ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒപ്പീനിയൻസോ അല്ല ഈ കാര്യമായ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്നുള്ളത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 11ാമത്തെ പോയിന്റ്, മറ്റൊരാളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ഒപ്പീനിയനും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ഒപ്പീനിയൻസ് മാറുന്നത് അല്ലേ. അപ്പം ഒരിക്കലും ഒരാളുടെ ഒപ്പീനിയനും നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അതേ നിങ്ങളെ ബാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. അവരുടെ ഒപ്പീനിയൻസ് നമ്മുടെ ലൈഫിന് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാതിരിക്കാനോ പോകുന്നില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. 12ാമത്തെ കാര്യം അഥവാ അവസാനത്തെ കാര്യം എന്താണെന്ന് നോക്കാം. സത്യം പറയുക, സത്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഈ സത്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മറ്റുള്ള ആളുകളുടെ സത്യമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ സത്യം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് സത്യം എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ നല്ല രീതിയിൽ ഗ്രോത്തിന് കാരണമാകും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പാടെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരികൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. മറ്റുള്ള ആളുകളുടെ ശരികൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുകയില്ല. അത് നമ്മളെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാലം
നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ടെൻഷനായിട്ട് ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എന്ത് പറയും എന്നുള്ള ഒരു ടെൻഷൻ, ഈ ഒരു 12 കാര്യം നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവായി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ 12 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് അല്ലെ അവർ പറയുന്നതോ ഒരിക്കലും നമ്മളെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ലൈഫിലെ ടൈം നമ്മൾ വെറുതെ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ മോട്ടിവേഷൻ വേണമെന്നോ നിങ്ങൾ തളർന്നു പോയതുപോലെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ? നിങ്ങൾക്ക് സഹായം വേണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലുള്ള കണ്ടന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മൈൻഡ്സൂം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്